മൾട്ടിബാഗർ സ്റ്റോക്കുകൾ അവയുടെ പ്രാരംഭ നിക്ഷേപ മൂല്യത്തേക്കാൾ ഒന്നിലധികം മടങ്ങ് വരുമാനം ഉണ്ടാക്കുന്നവയാണ്. മൾട്ടിബാഗർ എന്ന പദം പ്രാരംഭ ചെലവിന്റെ പല മടങ്ങ്, ചിലപ്പോൾ 100%, 200% അല്ലെങ്കിൽ കാലക്രമേണ കൂടുതൽ വരുമാനം നൽകുന്ന സ്റ്റോക്കുകളെ സൂചിപ്പിക്കുന്നു. ഈ ഓഹരികൾ സാധാരണയായി ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ, ആക്രമണാത്മക വളർച്ചാ തന്ത്രങ്ങൾ, നൂതനത്വം എന്നിവ പ്രകടിപ്പിക്കുന്ന കമ്പനികളിൽ നിന്നുള്ളതാണ്. മൾട്ടിബാഗറുകളായി ഉയർന്നുവരുന്ന കമ്പനികൾ പലപ്പോഴും ഉയർന്ന വളർച്ചാ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഉൽപ്പന്ന ഡിമാൻഡ്, അനുകൂലമായ വിപണി സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതുല്യമായ ബിസിനസ് തന്ത്രങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കാരണം അവർ എക്സ്പോണൻഷ്യൽ വളർച്ച അനുഭവിക്കുന്നു. ശക്തമായ വരുമാന വളർച്ച, വിപുലീകരിക്കുന്ന വിപണി വിഹിതം, കുറഞ്ഞ കടം, കാര്യക്ഷമമായ മാനേജ്മെന്റ് എന്നിവ പ്രധാന സൂചകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ ഉടനെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. ഡൽഹിയിൽ ഗ്യാസ് വിതരണ പൈപ്പ് ലൈനുകളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിനായി ഗെയിലിൽ നിന്ന് ഡൽഹി സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി ഏറ്റെടുക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി 1998 IGL സംയോജിപ്പിച്ചു. നഗരവാതക വിതരണ ശൃംഖല നടപ്പിലാക്കുന്നതിനായി ഗെയിൽ, ഭാരത് പെട്രോളിയം, ഡൽഹി സർക്കാർ എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് കമ്പനി ആരംഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്ത കമ്പനി 2003 പൊതുരംഗത്തേക്ക് വന്നു. സ്റ്റോക്ക് പ്രകടനം. സ്ഥിരമായ വരുമാന വളർച്ചയും പ്രകൃതി വാതകത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും പിന്തുണച്ചുകൊണ്ട് IGL ശക്തമായ സ്റ്റോക്ക് പ്രകടനം കാഴ്ചവെച്ചു. മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ കാരണം താൽക്കാലിക മാന്ദ്യം ഉണ്ടായിരുന്നിട്ടും സ്റ്റോക്ക് പ്രതിരോധശേഷിയും ദീർഘകാല വരുമാനം നൽകാനുള്ള കഴിവും പ്രകടിപ്പിച്ചു. IGLന്റെ ശക്തമായ വിപണി നിലയും ശുദ്ധമായ ഊർജ്ജ പരിഹാരങ്ങൾക്കുള്ള സർക്കാർ പിന്തുണയും അതിനെ ഒരു മികച്ച വളർച്ചാ ഓഹരിയാക്കുന്നു. കമ്പനിയുടെ സ്ഥിരതയാർന്ന സാമ്പത്തികവും ഇക്വിറ്റിയിലെ ഉയർന്ന വരുമാനവും അതിന്റെ പ്രവർത്തനക്ഷമതയെ ഉയർത്തിക്കാട്ടുന്നു. പ്രൊഡിക്ഷൻ. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ പ്രകൃതി വാതക വിതരണ കമ്പനിയാണ്. ഇത് 1995 മെയ് 8 സംയോജിപ്പിക്കപ്പെട്ടു. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെയും മഹാരാഷ്ട്ര സർക്കാരിന്റെയും ഒരു സംരംഭമാണ് MGL. മഹാനഗർ ഗ്യാസ് നിലവിൽ 0.77 ദശലക്ഷം വാഹനങ്ങൾക്ക് CNGയും 1.53 ദശലക്ഷം ഗാർഹിക വീടുകളിലേക്ക് പൈപ്പ് വഴി പ്രകൃതി വാതകവും വിതരണം ചെയ്യുന്നു. മഹാനഗർ ഗ്യാസിന് മഹാരാഷ്ട്രയിൽ ചില പെട്രോൾ സ്റ്റേഷനുകളും ഉണ്ട്. ഇന്ത്യയിലെ ലാഭകരമായ കമ്പനികളിലൊന്നായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്റ്റോക്ക് പ്രകടനം. സ്ഥിരമായ വരുമാന വളർച്ചയോടെ വർഷങ്ങളായി സ്ഥിരതയാർന്ന പ്രകടനം MGL കാണിക്കുന്നു. ആഗോള ഗ്യാസിന്റെ വിലയിലും സർക്കാർ നയങ്ങളിലും വന്ന മാറ്റങ്ങളാൽ അതിന്റെ ഓഹരി വിലയിൽ ചാഞ്ചാട്ടമുണ്ട്. എന്നിരുന്നാലും കമ്പനിയുടെ ദീർഘകാല കരാറുകളും വൈവിധ്യമാർന്ന ഉപഭോക്തൃ അടിത്തറയും സ്ഥിരത നിലനിർത്താൻ സഹായിച്ചു. ഗ്യാസ് വിതരണ മേഖലയിലെ നേതൃത്വവും ശുദ്ധമായ ഊർജ്ജത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും കാരണം MGL മൾട്ടിബാഗർ സാധ്യതകളുണ്ട്. കുറഞ്ഞ അപകടസാധ്യതയുള്ള പ്രൊഫൈലിൽ സ്ഥിരമായ വരുമാനം തേടുന്ന ദീർഘകാല നിക്ഷേപകർക്ക് ഇത് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. പ്രൊഡിക്ഷൻ. സ്റ്റൗക്രാഫ്റ്റ് ലിമിറ്റഡ്. സ്കാവ, PGN, ഗിൽമ ബ്രാൻഡുകൾക്ക് കീഴിൽ പാചക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് സ്റ്റൗക്രാഫ്റ്റ്. 1999 സ്ഥാപിതമായ കമ്പനിയുടെ ആസ്ഥാനം കർണാടകയിലെ ബാംഗ്ലൂരിലാണ്. അതിന്റെ പാചക ഉപകരണങ്ങളിൽ മിക്സർ ഗ്രൈൻഡറുകൾ, പ്രഷർ കുക്കറുകൾ, കുക്ക്ടോപ്പുകൾ, ടോസ്റ്ററുകൾ, ചിമ്മിനികൾ, അടുക്കള പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലും വിദേശത്തുള്ള 12 രാജ്യങ്ങളിലും അതിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. സ്റ്റോക്ക് പ്രകടനം. ലിസ്റ്റിംഗ് മുതൽ സ്റ്റോക്രാഫ്റ്റ് ശ്രദ്ധേയമായ സ്റ്റോക്ക് വില ചലനങ്ങൾ കണ്ടു, പ്രത്യേകിച്ച് അതിന്റെ ശക്തമായ വരുമാന വളർച്ച കാരണം. എന്നിരുന്നാലും സ്റ്റോക്ക് അസ്ഥിരമാണ്. ഇത് വിശാലമായ വിപണി സാഹചര്യങ്ങളെയും ഉപഭോക്തൃ ഡിമാൻഡിലെ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും സ്റ്റോക്രാഫ്റ്റ് ദീർഘകാല വളർച്ചയുടെ സാധ്യത കാണിച്ചു. സ്റ്റോക്രാഫ്റ്റിന് ഒരു മൾട്ടിബാഗർ സ്റ്റോക്ക് ആകാനുള്ള കഴിവുണ്ട്. അതിന്റെ വികസിക്കുന്ന ഉൽപ്പന്ന ശ്രേണി, വിപണിയിലെത്തുക, ആഭ്യന്തര, അന്തർദേശീയ വിപണികളിലെ ബ്രാൻഡ് സാന്നിധ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു. പ്രൊഡിക്ഷൻ. നിയോജൻ കെമിക്കൽസ് ലിമിറ്റഡ്. 1991 സ്ഥാപിതമായ നിയോജൻ കെമിക്കൽസ് ലിമിറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ, കാർഷിക രാസവസ്തുക്കൾ,
എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ബ്രോമിൻ, ലിഥിയം അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക്, ഓർഗാനോമെറ്റാലിക് സംയുക്തങ്ങൾ നിർമ്മിക്കുന്നു. ബ്രോമിൻ അധിഷ്ഠിത സംയുക്തങ്ങൾ, ഗ്രിഗ്നാർഡ് റിയാജന്റ്സ്, അജൈവ ലിഥിയം ലവണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ നിയോജൻ കെമിക്കൽസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇന്ത്യ, യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലെ ഫാർമസ്യൂട്ടിക്കൽ, അഗ്രോകെമിക്കൽ, സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികൾക്ക് ഇത് ഒരു മുൻനിര വിതരണക്കാരനാണ്. ബ്രോമിനേഷൻ, ഗ്രിഗ്നാർഡ് കെമിസ്ട്രി എന്നിവയ്ക്കൊപ്പം ആൽക്കൈലേഷൻ, അസിലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്, കപ്ലിംഗ്സ്, ക്ലോറിനേഷൻ, മറ്റ് അനുബന്ധ രാസപ്രക്രിയകൾ എന്നിവയിൽ നിയോജനിന് വൈദഗ്ധ്യമുണ്ട്. സ്റ്റോക്ക് പ്രകടനം. നിയോജൻ കെമിക്കൽസ് സമീപ വർഷങ്ങളിൽ ശക്തമായ സ്റ്റോക്ക് പ്രകടനം കാഴ്ചവെച്ചു. അതിന്റെ ശക്തമായ സാമ്പത്തികവും സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ വർദ്ധിച്ചുവരുന്ന ഡിമാൻഡും കമ്പനി സ്ഥിരമായ വരുമാന വളർച്ച കാണിക്കുകയും വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം നിറവേറ്റുന്നതിനുള്ള ശേഷി വിപുലീകരിക്കുകയും ചെയ്തു. അതിന്റെ പ്രധാന മാർക്കറ്റ് ഫോക്കസും വിപുലീകരിക്കുന്ന ഉപഭോക്തൃ അടിത്തറയും കൊണ്ട് നിയോജൻ കെമിക്കൽസ് ശക്തമായ മൾട്ടിബാഗർ സാധ്യതകൾ കാണിക്കുന്നു. സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മേഖലയുമായി സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് നിയോജനെ ഒരു ദീർഘകാല സ്റ്റോക്കായി കണക്കാക്കാം. Prediction. Conclusion. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, സ്റ്റൗക്രാഫ്റ്റ്, നിയോജൻ കെമിക്കൽസ് എന്നിവയെല്ലാം മൾട്ടിബാഗർ സ്റ്റോക്കുകളുടെ സ്വഭാവസവിശേഷതകൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ ശക്തമായ ബിസിനസ് അടിസ്ഥാന തത്വങ്ങൾ, വിപണി നേതൃത്വം, അതത് വ്യവസായങ്ങളിലെ വളർച്ചാ സാധ്യതകൾ എന്നിവ കാരണമാണ്. ശുദ്ധമായ ഊർജ്ജത്തിനായുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡിൽ നിന്നും പ്രകൃതി വാതകത്തെ പിന്തുണയ്ക്കുന്ന സർക്കാർ സംഘങ്ങളിൽ നിന്നും മഹാനഗർ ഗ്യാസും IGLും പ്രയോജനം നേടുന്നു. ഇത് അവയെ സ്ഥിരവും ദീർഘകാല നിക്ഷേപ ഓപ്ഷനുകളും ആക്കുന്നു. വിപുലീകരിക്കുന്ന ഉൽപ്പന്ന പോർട്ട്ഫോളിയോ, ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റൗക്രാഫ്റ്റ് ഉപഭോക്തൃ ഡ്യൂറബിൾ മേഖലയിൽ വാഗ്ദാനങ്ങൾ കാണിക്കുന്നു. അതേസമയം ബ്രോമിൻ, ലിഥിയം അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്കുള്ള ആഗോള ഡിമാൻഡ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ് വിപണിയിൽ നിയോജൻ കെമിക്കൽസ് വേറിട്ടു നിൽക്കുന്നു. ഈ സ്റ്റോക്കുകൾ ഓരോന്നും ഗണ്യമായ വളർച്ചാ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. Thank you.